ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കേക്കാണ് ഇത്. പ്രിപ്പറേഷനിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഹാഫ് കപ്പ് ഓയിൽ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്യാം. ഹാഫ് ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കിയ ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1.5 കപ്പ് മൈദ എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡറൊക്കെ എല്ലായിടത്തും വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്നും നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന പാലിൻ്റെ കൂട്ടിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ബാറ്റർ ഒന്ന് തിക്കായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ടീൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ആദ്യം ഇതൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒരുപാട് ആവരുത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്യാം. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തത് ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കണം. അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ച ശേഷം ഇതിലേക്കാണ് കേക്ക് ടീൻ ഇറക്കി വെക്കുന്നത്. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. ഇനി കേക്ക് ടീൻ ഇതിലേക്ക് ഇറക്കി വെക്കാം. നല്ല ടൈറ്റ് ആയിട്ടുള്ള മൂടി കൊണ്ട് മൂടി വെക്കണം, ശ്രദ്ധിക്കണം. എന്നിട്ട് അതിന് മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെക്കുകയാണെങ്കിൽ വളരെയേറെ നന്നായിരിക്കും. ഒരു 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുകയാണെങ്കിൽ അതിൽ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി ഇത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഓരോരുത്തരുടെയും അടുപ്പിൻ്റെ തീ അനുസരിച്ച് സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കേക്കിൽ നിന്ന് മാറ്റാൻ പാടുകയുള്ളൂ. ഇപ്പോൾ കേക്ക് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. തീരെ പിടിക്കാതെയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല സോഫ്റ്റുമാണ്. ഇനി ഇത് ലെയറുകളാക്കി തിരിക്കാം. ആദ്യം തന്നെ മുകളിലത്തെ കുറച്ച് ഭാഗം നന്നായിട്ട് നിരപ്പാക്കിയെടുക്കാം. അതിനുശേഷം ഇത് 3ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. സാധാരണ ഒരു വലിയൊരു നൈഫ് വെച്ചിട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. കേക്ക് കട്ട് ചെയ്യുന്ന നൈഫ് ഇല്ലെങ്കിൽ ഇതേമാതിരി വലിയ കത്തി ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ സാധിക്കും.
കേക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ചോക്ലേറ്റ് ഗണാഷ് തയ്യാറാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കണം. അത് ഡാർക്ക് ചോക്ലേറ്റ് രാഗി എടുക്കണം. ഇതിലേക്ക് 150 ഗ്രാം ഫ്രഷ് ക്രീം ഒന്ന് ചൂടാക്കിയ ശേഷം ഒഴിച്ചു കൊടുക്കണം. ചൂടാക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം 10 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് അഥവാ ഉരുകുന്നില്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതിയാകും. അതിനുശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഒന്ന് തണുത്തതിന് ശേഷം അതൊരു 5 മിനിറ്റ് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കണം. ഇനി കേക്ക് അസംബിൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കേക്ക് ബോർഡ് എടുക്കാം. അതിലേക്ക് കുറച്ച് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. 1/2 കപ്പ് ഷുഗർ എടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കിയിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അധികം കട്ടിയാകരുത്, ലൂസായ പരുവത്തിൽ തന്നെ എടുക്കണം. അത് തണുത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു ലെയറിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച ശേഷം ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് നിരത്തി എടുക്കണം. എന്നിട്ട് അടുത്ത ലെയർ വെക്കണം. ഈ 3 ലെയറും ഇതേമാതിരി ചെയ്തെടുക്കണം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആകുക. അതേമാതിരി ഷുഗർ സിറപ്പ് നല്ല തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കണം. ഇനി കുറച്ച് സ്പ്രിങ്കിൾസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എങ്ങനെയെങ്കിലും ഇത് അലങ്കരിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് വെച്ച് കൊടുത്ത് അങ്ങനെയും നമുക്ക് അലങ്കരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളിയായി വന്നില്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.